അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ബൈക്കിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്ന റിയർ സസ്പെൻഷൻ. ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്നും കൂടെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. കാരണം കുറച്ച് ഡീറ്റെയിൽ പറയാനുണ്ട്. ഇത് സാധനം കാണുന്നത് മനസ്സിലാവും, അത്യാവശ്യം നല്ല ഹെവി സാധനമാണ്. അപ്പം അതിൽ ചെറിയൊരു അഡ്ജസ്റ്റഡ് സ്പാനർ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സസ്പെൻഷൻ. ഇത് നൈട്രോ ഗ്യാസ് ഫിൽഡ് സസ്പെൻഷനാണ്. സാധനം കാണാൻ തന്നെ അടിപൊളി, നല്ല രസമുണ്ട്, ഒരു രക്ഷയില്ല സാധനം. അപ്പോൾ നമുക്കിത് നമ്മളെ വണ്ടിയിൽ ഫിറ്റ് ചെയ്യാം. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിത് ഡൗൺ സൈഡ് അപ്പും അപ്പ് സൈഡ് ഡൗൺ ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഫീഡ്ബാക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും അതുപോലെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ സസ്പെൻഷൻ. ഇതാണ് കാരണം അത്യാവശ്യം നല്ല ഹെവി സാധനമാണ്. അപ്പോൾ ഞാൻ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് താഴെ സൈഡും ഇത് മോൾ സൈഡ് ഉദ്ദേശിക്കുന്നത് ഫിറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മുടെ അടുത്തൊരു സസ്പെൻഷനുണ്ട്. നമ്മുടെ സാഗനിൽ ട്വിൻ സസ്പെൻഷനാണ് വരുന്നത്. ഞാൻ ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി അവിടെ പോവാം, നമുക്ക് ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം എല്ലാ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. നമുക്ക് ഈ പ്രോഡക്റ്റ് അയച്ചു തന്നത് അങ്കമാലിയുള്ള ബൈക്കിംഗ് ഷോപ്പാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബൈക്കിംഗ് അക്സറീസ്, റൈഡിംഗ് ഗിയേഴ്സ് അല്ലെങ്കിൽ പർച്ചേസ് താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ അവരുടെ ഡീറ്റെയിൽ ഇട്ടേക്കാം. ജസ്റ്റ് കയറി ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പം ഇനി നേരം വണ്ടി പോകും. അപ്പോൾ എൻ്റെ ഒരു സസ്പെൻഷൻ ഇതാണ്. സസ്പെൻഷൻ പോയി കിടക്കുകയാണ്, കാണാൻ പറ്റുന്നതായിരിക്കുന്നു. സസ്പെൻഷൻ ലീക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ സൈഡിലത്, പക്ഷേ ഇപ്പുറത്തെ സൈഡിലത് സാധനം ലീക്ക് അടിച്ചിട്ടില്ല. അപ്പോൾ രണ്ടും മാറ്റുന്നുണ്ട്. ആദ്യം നമ്മൾ സാലിഡ് സ്റ്റേ ചേഞ്ച് ചെയ്യുന്നുണ്ട്. രണ്ട് സൈഡിലും നല്ലത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സാലിഡ് സ്റ്റേ ഇൻസ്റ്റാളിലെ വീഡിയോ ചാനൽ ഇട്ടിട്ടുണ്ട്. ഇൻട്രസ്റ്റിലേക്ക് കയറി കാണുക. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. ഈ സൈഡിൽ സാലിഡ് സ്റ്റേ നമ്മൾ ഇറക്കുന്നുണ്ട്. അത് ഇളക്കിയിട്ട് നമുക്ക് നോക്കാം. നമ്മൾ വണ്ടിയെ സാലിഡ് സ്റ്റേ എല്ലാം ഇളക്കിയിട്ടുണ്ട്. നമ്മൾ ഇനി ഈ ഒരു കൗള് നമ്മൾ ഇളക്കുകയാണ്. കാരണം നമ്മളെ സസ്പെൻഷൻ്റെ അകത്ത് വരുന്ന ഒരു പോർഷൻ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ വേണ്ടിയിട്ട് സൈഡ് കൗളും സാലിഡ് സ്റ്റേയും ബാക്ക് ക്യാരും എല്ലാം ഇളക്കിയിരിക്കുകയാണ്. നമ്മളെ സസ്പെൻഷൻ്റെ ഒരു ഞെട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് ഇളക്കാൻ വേണ്ടി നമ്മളത് എടുത്തതാണ്. അപ്പോൾ നമുക്കിത് ഇളക്കാം. അങ്ങനെ നമ്മൾ ഈ സൈഡിലത്തെ മുകളിലത്തെ ബോൾട്ടും അയച്ചിട്ടുണ്ട്, താഴത്തെ ബോൾട്ടും അയച്ചിട്ടുണ്ട്. നമുക്ക് ഇത് സാധനം ഇളക്കി എടുക്കാം. ഇളക്കാൻ കുറച്ച് ടാസ്ക്കാണ്. കാരണം നമ്മുടെ സൈലൻസർ അല്പം ഒന്ന് അഡ്ജസ്റ്റ് മാത്രമേ നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇളക്കിയെടുക്കാം. ഞാൻ എൻ്റെ സാഗനിൻ്റെ ഈ സൈഡ് സസ്പെൻഷൻ ഇളക്കി എടുത്തു. ഇവിടെ നിന്ന് സസ്പെൻഷൻ കണക്ട് ചെയ്തേക്കുന്നത്. ഇത് ഇളക്കി എടുത്തു. സസ്പെൻഷൻ മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട്. സസ്പെൻഷൻ തീർന്നു. ഇനി സസ്പെൻഷൻ ഉപയോഗിക്കില്ല. കാരണം നല്ലപോലെ ലീക്കായി സാധനം. ഇവിടെ അത്രയും നല്ലപോലെ ലീക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും ക്ലീൻ ചെയ്യണം ആദ്യം. എന്നിട്ട് നമുക്ക് പുതിയ സാധനം നമുക്ക് ഫിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഒരു സൈഡിൽ നമ്മളങ്ങനെ നൈട്രോ ഗ്യാസ് ഫിൽഡ് സസ്പെൻഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ടൈറ്റ് ആക്കാനുണ്ട്. നമുക്കതിപ്പം ടൈറ്റ് ആക്കാം. കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഫീഡ്ബാക്ക് ഞാൻ ഉപയോഗിച്ച ശേഷം പറയുന്നതായിരിക്കും. നമ്മൾ ഈ സൈഡിൽ സക്സസ്ഫുള്ളി നമ്മൾ സസ്പെൻഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ സൈഡിൽ സസ്പെൻഷൻ നമ്മൾ ഇളക്കി എടുത്തായിരുന്നു. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. സെയിം സാധനം തന്നെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മുടെ ഈ സസ്പെൻഷൻ ലീക്കൊന്നും ആയിട്ടില്ല, പക്ഷെ ലീക്കിംഗ് സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് നമുക്കൊരു 80,000 കിലോമീറ്റർ അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട് കമ്പനി സസ്പെൻഷൻ. നമ്മുടെ പുതിയ സസ്പെൻഷൻ എത്ര കിട്ടുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ സസ്പെൻഷൻ ഇതാണ്. അപ്പം നമുക്കത് ഫിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ എൻ്റെ സാഗനിൽ രണ്ട് സൈഡിലും നൈട്രോ എയർ സസ്പെൻഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഈ സൈഡാണ്. ഞാൻ ഇതിൻ്റെ ഫീഡ്ബാക്ക് നമ്മുടെ ഇത് വെച്ച് റൈഡ് പോയ ശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സംഭവം അടിപൊളി തന്നെയാണ്, നല്ല സ്ട്രോങ് തന്നെയാണ്. ഞാൻ ഇട്ടേക്കുന്നത് ഇങ്ങനെയാണ്. കാരണം ഇതിൻ്റെ ഇതാണ് എൻ്റെ നൈട്രോ എയർ സസ്പെൻഷൻ സിലിണ്ടർ എന്ന് തോന്നുന്നു. തിരിച്ചുവിടാൻ തോന്നുന്നു. അതായത് നമുക്ക് സാധനം ഇവിടെയും കൊണ്ടുവരും ചെയ്താൽ മതി തോന്നുന്നു. നമുക്ക് സംഭവം അയച്ചെന്നത് അങ്കമാലിയുള്ള ബൈക്ക് ഷോപ്പാണ് അയച്ചെന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫുൾ ഡീറ്റെയിൽ ഇട്ടേക്കാം. ഇൻട്രസ്റ്റ് ജസ്റ്റ് കയറി കാണുക, ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇൻട്രസ്റ്റിന് സാധനം വാങ്ങിക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിത് ഇളക്കിയത് വലിയ പാടൊന്നുമില്ല. നമുക്ക് ഈ ഞെട്ട ഇളക്കിയിട്ട് ഇവിടെ നമുക്ക് ഇതിൻ്റെ ഈ സൈഡിൽ ഇളക്കുക, തന്നെ ഫിറ്റ് ചെയ്യുക. ഇത് മറ്റേനേക്കാളും കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. അപ്പം ജസ്റ്റ് ഒന്ന് വണ്ടി പൊക്കി വെക്കുക. രണ്ട് സൈഡ് വയ്ക്കാൻ പറ്റും.
അതേ നോക്കാനുള്ളൂ. സാധനം സൂപ്പറാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം പൊളിച്ചത് എൻ്റെ കംഫർട്ടിന് വേണ്ടിയാണ് പൊളിച്ചത്. തിരിച്ചെല്ലാം റീഫിറ്റ് ചെയ്യണം. നമുക്ക് ഫിറ്റ് ചെയ്ത് ഒന്ന് കാണിക്കാം. ഓക്കെ, അങ്ങനെ സക്സസ്ഫുള്ളി ആയിട്ട് നമ്മുടെ നൈട്രോ എയർ സസ്പെൻഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു നമ്മുടെ വണ്ടിയിൽ. ഇതാണ് ലുക്ക്, ഇങ്ങനെയാണ് വരുന്നത് സൈഡ് ലുക്ക്. ഇപ്പുറ സൈഡിലും സെയിം തന്നെ വരുന്നത്. സംഭവം സൂപ്പറായി ഇരിപ്പുണ്ട്. നമ്മൾ ബാക്കി സാലിസ്റ്റെല്ലാം ഫിറ്റ് ചെയ്തു. സ്റ്റാലിസ്റ്റേ ബാക്കി എല്ലാ സാധനവും ഫിറ്റ് ചെയ്തു. സൈഡ് വ്യൂ ഇങ്ങനെ വരുന്നത്, നമ്മുടെ വണ്ടി സൈഡ് വ്യൂ ഇങ്ങനെ വരുന്നത്. കാണാൻ ഒരു ലുക്ക് അടിപൊളി തന്നെയാണ്. ഒരു രക്ഷയില്ല സാധനം തന്നെയാണ്. കണ്ടാൽ മനസ്സിലാവും വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ഫീഡ്ബാക്ക്, അതായത് ഉപയോഗിച്ച ഫീഡ്ബാക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മളൊരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സൈഡ് വ്യൂ ഇങ്ങനെയാണ് നമ്മൾ ലുക്ക് വരുന്നത്. ഇങ്ങനെയാണ് ലുക്ക് വരുന്നത്. ഇതിപ്പോൾ സൈഡിൽ. അപ്പം നമുക്ക് അയച്ചെന്ന ടീംസിന് ഒരു ബിഗ് താങ്ക്സ് ഒരിക്കൽ കൂടെ. നമ്മുടെ ചാനലിലെ ഇന്നത്തെ വീഡിയോ നമ്മൾ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിരിക്കും. സൈനിങ് ഓഫ്, വിഷ്ണു.